ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ വണ്ടർഫുൾ നൈറ്റ്മെയർ എന്ന സിനിമയാണ്. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ സിനിമ ഉറപ്പായും നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, കുറച്ച് അഹങ്കാരമൊക്കെയുള്ള ഒരു പണക്കാരിയായ പെൺകുട്ടി, അവൾക്ക് യാതൊരു സെന്റിമെന്റോ ഇമോഷൻസോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഈ പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ 30 ദിവസം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി താമസിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു മാസം ആ പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചാലേ അവൾക്ക് അവളുടെ ശരിക്കുള്ള ലൈഫ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ പെൺകുട്ടി തന്റെ 30 ദിവസം എങ്ങനെ ജീവിച്ചു എന്ന് കുറച്ച് സെന്റിമെന്റോട് കൂടി അവസാനം ഒരു കുഞ്ഞു ട്വിസ്റ്റ് എല്ലാം തന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ പാകത്തിനുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു അമ്മയെയും ഒരു കുഞ്ഞു പെൺകുട്ടിയെയും കാണിക്കുന്നു. ഈ കുഞ്ഞു പെൺകുട്ടിയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക. അവളുടെ പേര് ലീ എന്നാണ്. അവളുടെ അച്ഛൻ ഒരു കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അച്ഛനെ കാണാനായി വന്നതായിരുന്നു അവർ. എന്നാൽ അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം അവരറിയുന്നു. ആ വിഷമം താങ്ങാനാവാതെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ അമ്മയും മരിക്കുന്നു. അതിനുശേഷം ലീ ഒരു ട്രസ്റ്റിലാണ് വളർന്നത്. തന്നെ അനാഥയാക്കി പോയ അച്ഛന്റെയും അമ്മയുടെയും മേൽ അവൾക്ക് വെറുപ്പായിരുന്നു. തന്റെ അമ്മ മരിക്കാൻ കാരണം ഒരു തരത്തിൽ അച്ഛനായിരുന്നതിനാൽ സ്ത്രീകൾക്കെല്ലാം പുരുഷന്മാർ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നതെന്ന് അവൾ വിശ്വസിച്ചു. അതുമാത്രവുമല്ല, അവളുടെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതായിരുന്നതുകൊണ്ട് അച്ഛന്റെ മുഖം പോലും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. തന്റെ അമ്മ അച്ഛനെ ആശ്രയിച്ച് ജീവിച്ച് തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചതുമില്ല. അതിനാൽ താൻ ഇനി വേറെ ആരെയും ആശ്രയിക്കാതെ പഠിച്ച് ഒരു വലിയ പണക്കാരിയാകുമെന്ന് ശപഥം ചെയ്യുന്നു. അങ്ങനെ ആ സീൻ കട്ടായി നമ്മുടെ നായിക ലീ വളർന്നു വലുതായി ഒരു കാറിൽ പോകുന്നതായി കാണിക്കുന്നു. അവൾ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വക്കീലായിരുന്നു. വലിയ വലിയ പണക്കാരെല്ലാം നമ്മുടെ നായികയെയാണ് വക്കീലായി വെച്ചിരുന്നത്. എന്തെന്നാൽ അവൾ ഏറ്റെടുക്കുന്ന ഏത് കേസും ഏത് വിധേയനെയും അവൾ വിജയിപ്പിച്ചെടുക്കുമായിരുന്നു. എന്തെന്നാൽ അവൾക്ക് പ്രത്യേകിച്ച് ആരോടും കമ്മിറ്റ്മെന്റോ ഇമോഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോകുന്നതും ഒരു വലിയ പണക്കാരന്റെ മകന്റെ കേസിനു വേണ്ടിയാണ്. ആ പണക്കാരന്റെ മകൻ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. ആ കേസ് തീർപ്പാക്കാനാണ് ലീ വന്നിരിക്കുന്നത്. അങ്ങനെ ലീ വന്ന് റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനോടും അവളുടെ അമ്മയോടും പറഞ്ഞു, മിണ്ടാതെ ഈ കേസ് പിൻവലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരും. അല്ലാതെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് പാപമെങ്കിൽ നിങ്ങളുടെ മകൾക്കായിരിക്കും ചീത്തപ്പേരുണ്ടാവുക. എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ മകളായിരിക്കും വൈറൽ ന്യൂസ്. അതൊക്കെ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ കേസ് പിൻവലിക്കാതെ കേസ് നടത്തി ജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും ഇവന്റെ അച്ഛന്റെ പണത്തിന്റെ പവറിൽ അവൻ കുറച്ചു നാളുകൾക്കുള്ളിൽ പുറത്തു വന്ന് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ബാക്കി പഠനം നടത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാട് വെച്ച് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് അങ്ങനെ പുറത്തയച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ തന്നെ പഠിപ്പിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം നിങ്ങളുടെ മകളെ തെറ്റായ കണ്ണിലൂടെയേ കാണൂ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് ഒരു നല്ല തീരുമാനമെടുക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അതെല്ലാം കേട്ട് കലിപ്പായ ആ പെൺകുട്ടിയുടെ അമ്മ, നിന്റെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നീയും ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുക എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി, അമ്മ അവര് പറഞ്ഞതെല്ലാം സത്യമാണ്. നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ, നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാം അമ്മ എന്ന് പറയുന്നു. അത് കേട്ട് ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ മകൾ പറഞ്ഞത് കേട്ട ലീ പറഞ്ഞു, കണ്ടോ നിങ്ങളുടെ മകൾ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കി. ശരി മോളെ, അമ്മയെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. ആ സമയം ലീക്കാണെങ്കിൽ ഒരു ഇമോഷനും ഉണ്ടായിരുന്നില്ല. കേസ് ജയിച്ചതിന്റെ ഒരു സന്തോഷവും അഹംഭാവവും മാത്രമേ അവളുടെ മുഖത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ആ പയ്യന്റെ അച്ഛൻ ലീക്ക് ഒരു BMW കാറും അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡും കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഈ സിറ്റിയുടെ നടുക്ക് ഇനിയും ഡെവലപ്പ് ആകാതെ കിടക്കുന്ന കുറേയധികം സ്ഥലങ്ങളുണ്ട്. മിഡിൽ ക്ലാസ് ലോ ക്ലാസ് ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെയുള്ള ഏരിയ മൊത്തമായി വാങ്ങിയിട്ട് അവിടെയുള്ള ജനങ്ങളെയെല്ലാം ഒഴിപ്പിച്ച് എനിക്ക് അവിടെ ഒരു കമ്പനി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ലീ പിന്നെ പൈസയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്തവളാണല്ലോ. അവൾ അതിന് ഡബിൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി ലീ തന്റെ പുതിയ BMW കാറിൽ പോകുന്നതായി കാണിക്കുന്നു. അവൾ പോയിക്കൊണ്ടിരുന്ന റോഡിലെ വഴിവിളക്കുകളൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൾ കാർ ഓടിച്ചുകൊണ്ട് തന്നെ തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന കണ്ണാടി എടുക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും കാറിന്റെ നിയന്ത്രണം പോയി. അവൾ പോയിക്കൊണ്ടിരുന്ന കാർ ആക്സിഡന്റ് ആകുന്നു. പെട്ടെന്ന് അവൾ അവളുടെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. എന്നിട്ട് അവൾ അവളുടെ ദേഹത്തെല്ലാം തൊട്ടുനോക്കുന്നു. അവൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല.
എന്നാൽ അവൾ ഇപ്പോഴുള്ള സ്ഥലം ഏതാണെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾ അവിടെ ഒരു റിസപ്ഷൻ കണ്ടത്. അവൾ റിസപ്ഷനിൽ ചെന്ന് അവിടെയുള്ള ലേഡിയോട് ഇതേതാണ് സ്ഥലം എന്ന് അന്വേഷിക്കുന്നു. അത് കേട്ട റിസപ്ഷനിസ്റ്റ് അവളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ലീ തന്റെ പേര് പറഞ്ഞു. ആ റിസപ്ഷനിസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ ലീയുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. വേഗം അടുത്തുള്ള ഒരു റൂമിലേക്ക് പോകുന്നു. ആ സമയം ആ റൂമിൽ ഒരാൾ തന്റെ ജൂനിയറിനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ സ്ഥലം ഏതാണെന്നല്ലേ? മരിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടതെന്ന് വിധി നിർണയം നടത്തുന്ന സ്ഥലമാണത്. അതിൽ അവിടെ ഇരുന്ന് വഴക്കു പറയുന്ന ആളാണ് നമ്മുടെ നാട്ടിലെ കാലൻ എന്ന് പറയുന്നത്. പിന്നെ വഴക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രഗുപ്തനാണ്, അതായത് കാലന്റെ സെക്രട്ടറി. കാലൻ ഇപ്പോൾ ചിത്രഗുപ്തനെ എന്തിനാണ് വഴക്കു പറയുന്നതെന്നല്ലേ? ഒരു മാസത്തിനു ശേഷം കൊണ്ടുവരേണ്ട ഒരു ലേഡിയെ ഒരു മാസം മുൻപ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ചിത്രഗുപ്തൻ. അതിനാലാണ് കാലൻ ചിത്രഗുപ്തനോട് വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം ആ റിസപ്ഷനിസ്റ്റ് അങ്ങോട്ട് വന്ന് ലീയുടെ ഡീറ്റെയിൽസ് കാലനെ കാണിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ ലീ ഇപ്പോഴൊന്നും ചാകേണ്ട ആളെ ആയിരുന്നില്ല. അവളെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ചിത്രഗുപ്തൻ. അതെ, നമ്മുടെ നായിക ലീ മരിച്ചിരിക്കുന്നു. കലിപ്പായ കാലൻ ചിത്രഗുപ്തനെ ഇട്ടു വറുത്തെടുത്തു. നീ കാരണം ഈ കാലന് പോലും ഈ ലോകത്ത് മനസമാധാനമില്ലല്ലോടാ, എന്റെ മുൻപിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഇത് ഇപ്പോഴേക്ക് വലിയ പ്രശ്നമില്ല. എന്തെന്നാൽ ലീയുടെ ശരീരം ഇപ്പോഴും കോമ സ്റ്റേജിലാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ അവളെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അത് വേണ്ട, ഞാൻ വേറെ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ലീയോട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ ലീ അകത്തേക്ക് വന്നു. ഇതേതാണ് സ്ഥലം? നിങ്ങളൊക്കെ ആരാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് നോക്കൂ മാഡം, നിങ്ങൾ കാർ ആക്സിഡന്റ് ആയി ബോട്ടിലെ മരിച്ചു. ഇത് നിങ്ങൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടതെന്ന് തീരുമാനമെടുക്കുന്ന സ്ഥലമാണ്. അത് കേട്ട് ലീക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്കാണെങ്കിൽ കരച്ചിലും വരുന്നുണ്ടായിരുന്നു. എന്ത്, ഞാൻ മരിച്ചെന്നോ? അതൊരു ചെറിയ ആക്സിഡന്റ് അല്ലായിരുന്നു. മാത്രവുമല്ല അതൊത്തിരി സേഫ്റ്റി ഉള്ള കാറുമായിരുന്നു. എന്റെ ദേഹത്തേക്ക് നോക്കൂ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ മരിക്കേണ്ട ആളല്ലല്ലോ. എനിക്കിനിയും ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. എന്നേക്കാൾ പ്രായമായ എത്ര പേരുണ്ട് അവിടെ. ഇത്രയും ചെറുപ്പത്തിലെ ഞാൻ എന്തിനു മരിക്കണം എന്നും പറഞ്ഞ് ലീ കരയാൻ തുടങ്ങി. അതെല്ലാം കേട്ടതിനു ശേഷം കാലൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം. ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു ചാൻസ്. എന്നാൽ അതിനു പകരമായി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടി വരും. അതായത് ഒരു മാസം കഴിഞ്ഞ് മരിക്കേണ്ട ഒരു ലേഡിയെ എന്റെ അസിസ്റ്റന്റ് ഒരു മാസം മുമ്പേ കൊണ്ടുവന്നു. അതറിയാതെ ഞാൻ അവളെ മേലോകത്തേക്ക് അയക്കുകയും ചെയ്തു. അതിനാൽ നീ ഒരു മാസത്തേക്ക് അവൾക്ക് പകരം അവളുടെ ശരീരത്തിൽ ജീവിച്ച് ഇവിടെ തിരിച്ചെത്തിയാൽ നിന്നെ ഞങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചയക്കാം. എന്നാൽ അതെല്ലാം കേട്ട് ലീക്കൊന്നും മനസ്സിലായില്ല. ഒപ്പം അതിനെന്ത് മറുപടി പറയണമെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട കാലൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചേക്കാം. ഈ ഒരു അവസരത്തിനായി വേറെയും ആളുകൾ കാത്തിരിപ്പുണ്ട്. ഇല്ലില്ല, ഞാൻ റെഡിയാണ്, ഞാൻ തന്നെ അവൾക്ക് പകരം പോയിക്കോളാം. അങ്ങനെ അതിനൊക്കെ പറഞ്ഞ ലീയെ റിസപ്ഷനിസ്റ്റ് ഒരു മെഷീൻ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ആ മെഷീനിൽ കൈവയ്ക്കാൻ പറയുന്നു. അങ്ങനെ ലീ ആ മെഷീനിൽ കൈവച്ചതും സീൻ അവിടെ നിന്നും കട്ടായി കാങ് എന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. ഇതായിരുന്നു കാലൻ പറഞ്ഞ ആ പെൺകുട്ടി. നമ്മുടെ ലീ ഇപ്പോൾ കാങ്ങിന്റെ ശരീരത്തിൽ എത്തിയിരുന്നു. അങ്ങനെ കാങ് എഴുന്നേറ്റ് പതിയെ കണ്ണാടിയിൽ നോക്കുന്നു. കണ്ണാടിയിൽ അവളുടെ മുഖം കണ്ടതും ഉറക്കെ കാറാൻ തുടങ്ങി. കാങ് കരയുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് ഒരാൾ ഓടി വന്നു. അങ്ങോട്ട് വന്നയാളെ കണ്ട് കാങ്, പോലീസ് പോലീസ്, വേഗം വരൂ, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. കള്ളനോ? എവിടെ? ഞാൻ നോക്കാം എന്നും പറഞ്ഞ് വന്നയാൾ അവിടെ മുഴുവനും നോക്കാൻ തുടങ്ങി. അപ്പോൾ കാങ് പറഞ്ഞു, നിങ്ങളാണ് കള്ളൻ. എന്നാൽ അത് കാങ്ങിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് എന്നും പറഞ്ഞ് ഹസ്ബൻഡ് അവിടെ നിന്നും പോയി. കാങ്ങിന്റെ കല്യാണം ചെറുപ്പത്തിലേ കഴിഞ്ഞതായിരുന്നു. ഇപ്പോൾ അവൾക്ക് 2 മക്കളുണ്ട്. ഹാനുൽ എന്ന പെൺകുട്ടി, രണ്ടാമത്തേത് ഹാരു എന്ന ആൺകുട്ടിയും. ഇത്രയും നാളും പണക്കാരിയായി ജീവിച്ചിരുന്ന ലീ ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന കാങ്ങിന്റെ ശരീരത്തിൽ. ഇനിയാണ് സിനിമ തുടങ്ങുന്നത്. ആ സമയം കാങ്ങിന്റെ മകൻ അമ്മയുടെ പേഴ്സ് മറന്നു വെച്ചു എന്നും പറഞ്ഞ് അവളുടെ പേഴ്സ് കൊണ്ട് കയ്യിൽ കൊടുക്കുന്നു. ആ പേഴ്സിനകത്ത് കാങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ, വാ അമ്മേ, സ്കൂൾ ബസ്സിന് സമയമായി എന്നും പറഞ്ഞ് കാങ്ങിനെയും കൂട്ടി സ്കൂൾ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ധാരാളം ആന്റിമാർ തങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നതിനു വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. എന്തു പറ്റി, എന്താ ലേറ്റായ എന്നൊക്കെ അവിടെയുള്ള ആന്റിമാർ കാങ്ങിനോട് ചോദിച്ചു. എന്നാൽ നമ്മുടെ കാങ്ങിന് ഇതെല്ലാം പുതിയതായിരുന്നു. സോറി, കാങ്ങിനല്ല കേട്ടോ, കാങ്ങിന്റെ ശരീരത്തിലുള്ള ലീക്ക്. അവൾക്ക് സ്വന്തം ബന്ധമൊന്നും ഇല്ലല്ലോ. മാത്രവുമല്ല ആരുമായും ഫ്രണ്ട്ഷിപ്പ് പോലുമില്ല. അതിനാൽ അതെല്ലാം അവൾക്ക് പുതിയതായിരുന്നു. അങ്ങനെ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിനു ശേഷം കാങ് വേഗം അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ആന്റിമാർ, ഏയ്
എവിടെ പോകുന്നു? ഇന്നലെ നമ്മൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്നും പറഞ്ഞ് കാങ്ങിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്ത് ബിസിനസ് ആണെന്നല്ലേ? പേപ്പർ വെച്ച് വീട്ടിലിരുന്ന് ബാഗ് എല്ലാം നിർമ്മിച്ചു നൽകില്ലേ, ആ ബിസിനസ്. അങ്ങനെ കാങ് തിരിച്ച് തന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് അവൾ അവളുടെ വിരലിലുള്ള വെഡ്ഡിംഗ് റിംഗ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ലീയുടെ മെയിൻ കോൺസെപ്റ്റ് മറ്റാരെയും ആശ്രയിക്കാതെ, അതും പ്രത്യേകിച്ച് ഒരു പുരുഷനെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നതാണ്. അതിനാലാണ് ലീ ഇതുവരെയും കല്യാണം പോലും കഴിക്കാത്തത്. ലീ ഇപ്പോഴുള്ളത് കാങ്ങിന്റെ ശരീരത്തിലാണെങ്കിലും അവളുടെ സ്വഭാവവും വികാരവും എല്ലാം ലീയുടേതായിരുന്നു. അതിനാൽ തന്നെ അവൾ അവളുടെ കയ്യിലുള്ള വെഡ്ഡിംഗ് റിംഗ് ഊരാൻ ശ്രമിക്കുന്നു. ആ സമയം കാലൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏയ് മേഡം, എന്താണ് ചെയ്യുന്നത്? കണ്ടാൽ അറിയില്ലേ, വെഡ്ഡിംഗ് റിംഗ് ഊരുകയാണ്. ദേ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ നിന്നോട് എന്തു പറഞ്ഞാണ് ഈ ശരീരത്തിലേക്ക് അയച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഈ കാങ്ങിന്റെ ശരീരത്തിൽ ഇരുന്ന് കാങ്ങിന്റെ ജീവിതം വേണം നീ ജീവിക്കാൻ. ഒരു കാരണവശാലും നിന്നെ ആർക്കും സംശയം തോന്നാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദിവസം തീരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ മുകളിലേക്ക് അയക്കും. അതിനാൽ നീ കാങ്ങിന്റെ ജീവിതം വേണം ജീവിക്കാൻ. ഇപ്പോൾ ഇത് നിന്റെ ഫാമിലിയാണ്. ഈ ഫാമിലിയിലെ അംഗമായി നീ ജീവിച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ എന്ന് പറഞ്ഞതിനു ശേഷം കാലൻ അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കേട്ട് കാങ് എങ്ങനെയെങ്കിലും ഒരു മാസം സഹിച്ചു ജീവിക്കാം. പക്ഷെ ഇവിടെയുള്ള സാധനങ്ങളും ഡ്രസ്സും ഒന്നും ഉപയോഗിച്ച് തനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനാൽ ഒരു ഷോപ്പിങ്ങിന് പോകാം എന്നും കരുതി ഷോപ്പിങ്ങിന് പോയി തനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഡ്രസ്സും എല്ലാം വാങ്ങുന്നു. എന്നിട്ട് കാങ്ങിന്റെ മകൻ ഹാരു കൊണ്ടുകൊടുത്ത കാങ്ങിന്റെ പേഴ്സിലെ കാർഡ് എടുത്തു കൊടുത്താൽ അതിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ശരി, കാർഡിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, കയ്യിലുള്ള പൈസ കൊടുക്കാമെന്ന് വിചാരിച്ച് പേഴ്സിലുള്ള പൈസ എടുത്തു നോക്കിയാൽ അവൾ മേടിച്ച സാധനത്തിന്റെ പൈസയ്ക്ക് ഏണി വെച്ചാൽ കൂടി എത്തുമായിരുന്നില്ല. അതിനാൽ വേറെ വഴിയില്ലാതെ കയ്യിലെ പൈസയ്ക്ക് സാധനവും വാങ്ങുന്നു. അങ്ങനെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് കാങ് വേഗം മകന്റെ അടുത്തെത്തി മകനെയും കൂട്ടി ലിഫ്റ്റിൽ തന്റെ ഫ്ളാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലിഫ്റ്റിലേക്ക് ആ അപ്പാർട്ട്മെന്റിലെ ഒരു പണക്കാരി ലേഡി കയറുന്നു. കാങ്ങിനെ കണ്ട ആ പണക്കാരി ലേഡി ഈ മിഡിൽ ക്ലാസ് ഫാമിലികളെ കാണുമ്പോഴേ ദേഷ്യം വരുന്നു. ആദ്യം ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ താമസം മാറണം എന്ന് അഹങ്കാരത്തോടെ കാങ് കേൾക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേട്ട് ഒന്നും പറയാനാവാതെ കാങ് മനസ്സിൽ അടി ഗുണ്ടുമുളക്, എന്റെ കയ്യിലുള്ള പൈസയ്ക്ക് നിനക്ക് എന്റെ അടുത്ത് വിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. ഇവളുടെയൊക്കെ വായിൽ നിന്നും കേൾക്കാനാണല്ലോ ദൈവമേ എന്റെ വിധി എന്നും വിചാരിച്ച് ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കാങ്ങും ഫാമിലിയും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണമെന്ന് കരുതിക്കൊണ്ട് കാങ് പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കും, ഈ വീടിനു വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടുജോലികളെല്ലാം ചെയ്ത് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ എല്ലാം. എനിക്കാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് ബോറടിക്കാൻ തുടങ്ങി. അതിനാൽ ഒരു മാസത്തേക്ക് എവിടെയെങ്കിലും വെക്കേഷന് പോകണമെന്ന് കരുതുന്നു. അത് കേട്ട കാങ്ങിന്റെ ഹസ്ബൻഡ് കിം, എന്ത് വെക്കേഷനോ? അതും ഒരു മാസം? അതിനൊക്കെ ഒത്തിരി പണം വേണം. അത്രയും പണത്തിന് എന്ത് ചെയ്യും? നിന്റെ സീരിയല് കാണൽ ഇത്തിരി കൂടുന്നുണ്ട്. ഓരോരോ സീരിയലും സിനിമയും കണ്ട് നീ ഒത്തിരി വഷളാകുന്നുണ്ട്. നീ പോയാൽ പിള്ളേരെ രണ്ടുപേരെയും ആര് നോക്കും? ആര് ഫുഡ് ഉണ്ടാക്കും? നീ എന്താ തമാശ കളിക്കുകയാണോ? അല്ലല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരേ ഒരു മാസം മതി, എനിക്കൊന്ന് റിലാക്സ് ആകണം. എനിക്ക് പകരം ഒരു ജോലിക്കാരിയെ വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കാങ്ങിന്റെ മകൾ ഹാനൂലിന് ദേഷ്യം വന്നു. എന്ത് വേലക്കാരിയോ? എന്റെ ഡാൻസ് ക്ലാസ്സിൽ കൊടുക്കാൻ പോലും പൈസയില്ല, പിന്നെ എവിടുന്ന് വേലക്കാരിക്ക് ശമ്പളം കൊടുക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ഹാനൂൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അത്താഴമെല്ലാം കഴിച്ചതിനു ശേഷം കിടക്കാൻ നേരം കാങ്ങിന്റെ ഹസ്ബൻഡ് കിം റൊമാൻസായി കാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അത് കണ്ട കാങ് കിമ്മിന്റെ കൈ പിടിച്ച് തിരിച്ചു വെച്ചു. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ വെക്കുന്നത്, തേനെ പാലെ എന്ന് വിളിക്കുന്നതെല്ലാം ഇന്നോടെ നിർത്തിക്കാണും. ഇന്നു മുതൽ നീ ഒറ്റയ്ക്ക് ഈ കട്ടിലിൽ കിടന്നു, ഞാൻ വെളിയിൽ കിടന്നോളാം എന്നും പറഞ്ഞ് ബെഡ്ഷീറ്റും തലയണയും എല്ലാം എടുത്ത് പുറത്തേക്ക് പോകുന്നു. അതെല്ലാം കണ്ട് കിമ്മ്, ഇവൾക്കിതെന്തു പറ്റി? കുറച്ചു ദിവസമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി കിളിപോയ പോലെ ഇരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം കിം തന്റെ കൂട്ടുകാരനോട് തന്റെ ഭാര്യ കാങ്ങിന്റെ സ്വഭാവമാറ്റത്തെ കുറിച്ചെല്ലാം പറയുന്നു. എല്ലാം കേട്ട കൂട്ടുകാരൻ, എന്റെ വൈഫും ഇങ്ങനെയായിരുന്നു, അവസാനം എന്നെ വേണ്ട എന്നും പറഞ്ഞ് വേറെ ഒരുത്തന്റെ കൂടെ പോയി. അതുപോലെ നിന്റെ ഭാര്യയ്ക്കും വേറെ ആരുടെയെങ്കിലും കൂടെ അഫയർ കാണും, അതിനാലായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഇതിനി ഡൈവോഴ്സ് മാത്രമേ നടപടിയാകൂ. പിന്നെ എന്റെ ഭാര്യ നീ പറയുന്നത് പോലെയല്ല, അവൾ ഒരു പാവമാണ്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അങ്ങനെ സീൻ അവിടെ നിന്നും കട്ടായി കാങ്ങിനെയും കൂട്ടുകാരെയും കാണിക്കുന്നു. കാങ്ങിന്റെ കൂട്ടുകാർ ഒരു പേപ്പർ കാങ്ങിന്റെ കയ്യിൽ കൊടുത്തു. അതിൽ സൈൻ ചെയ്യാൻ പറയുന്നു. ആ പേപ്പർ എന്താണെന്ന് വെച്ചാൽ, സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ പണക്കാരൻ സിറ്റിയുടെ നടുക്കുള്ള ഡെവലപ്പ് ആകാതെ കിടക്കുന്ന
കിടക്കുന്ന സ്ഥലമെല്ലാം കൈവശപ്പെടുത്തി അവിടെയുള്ള ജനങ്ങളെയെല്ലാം ഒഴിപ്പിച്ച് അവിടെ പുതിയതായി കമ്പനി തുടങ്ങുന്നതായി ലിയോട് സഹായം ചോദിച്ചിരുന്നല്ലോ. ആ പണക്കാരൻ മുതലാളിയുടെ ആ നയത്തിനെതിരെയുള്ള ഒരു എതിർപ്പായിട്ടാണ് ആ സൈൻ ശേഖരിക്കുന്നത്. എന്തൊരവസ്ഥയാണ് ലിയുടെ, അല്ലേ? ആ സ്ഥലം പൊളിച്ച് അവിടെയുള്ള ജനങ്ങളെയെല്ലാം ഒഴിപ്പിക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞയാൾ അതിനെതിരെയുള്ള പ്രതിഷേധത്തിലും പങ്കെടുക്കേണ്ടി വരുന്നു. കാങ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പണക്കാരൻ അയാളുടെ മകന്റെ കേസ് വിജയിപ്പിച്ചു കൊടുത്തതിന് ലീക്ക് ഒരു അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന VVIP ക്രെഡിറ്റ് കാർഡ് കൊടുത്തത് ഓർക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ കാങ് ലീയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. എന്തെന്നാൽ ഇപ്പോഴേക്ക് കാങ്ങും ലീയും ഒന്നു തന്നെയാണല്ലോ. അങ്ങനെ കാങ് ലീയുടെ പേരിലുള്ള ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഡ്രസ്സും എല്ലാം വാങ്ങുന്നു. അങ്ങനെ കാങ് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും ഡ്രസ്സും എല്ലാം കണ്ട കിം, നിനക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങാൻ ആരാണ് പൈസ തന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല, ഇതൊക്കെ എന്റെ പൈസയാണ്, ഞാൻ ഇതിനായി മാറ്റിവെച്ചിരുന്ന പൈസയാണ് എന്ന് കാങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് പോലീസുകാരായിരുന്നു. പോലീസുകാർ കാങ്ങിനെയും കിങ്ങിനെയും ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്ത് ചോദ്യം ചെയ്യാനാണെന്നല്ലേ? അതായത് കാങ് ഇപ്പോൾ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡ് ലീ എന്ന ഒരു ലോയറുടെ ക്രെഡിറ്റ് കാർഡാണ്. ലീ ആണെങ്കിൽ ഇപ്പോൾ കോമയിലാണുള്ളത്. അതിനാൽ ലീയുടെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് കാങ്ങിന്റെ കയ്യിൽ വന്നതെന്ന് അന്വേഷിക്കാനാണ് പോലീസുകാർ അവരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ലീ തന്നെയാണ് കാങ് എന്ന് നമുക്കും കാലിനുമല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ സഹിക്കാൻ വയ്യാതെ കാങ്ങിന്റെ ഹസ്ബൻഡ് കിം പറഞ്ഞു, ആ ലോയർ എന്റെ കൂട്ടുകാരിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. എന്റെ കഷ്ടപ്പാട് കണ്ട് അവൾ എനിക്ക് തന്നതാണ് ആ ക്രെഡിറ്റ് കാർഡ്. ആ കാർഡ് വെച്ചാണ് എന്റെ ഭാര്യ ഷോപ്പിംഗ് ചെയ്തത്. ഇതിലെന്താണ് തെറ്റ്? അത് കേട്ട പോലീസുകാർ, എന്ത്, നിങ്ങൾ ലോ പഠിച്ചതാണോ എന്ന് ചോദിച്ച് കിമ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തു നോക്കിയാൽ കിം ശരിക്കും ലോ കോളേജിൽ പോയിട്ട് പാതിയിൽ വെച്ച് പഠനം നിർത്തിയ ആളായിരുന്നു. അത് കണ്ട പോലീസുകാർ കിങ് പറഞ്ഞത് സത്യമാണെന്ന് കരുതി അവരോട് ക്ഷമ പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് വന്ന കിം ഭാര്യ കാങ്ങിനോട് ചോദിച്ചു, നിനക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? കുറച്ചു ദിവസമായിട്ട് നിന്റെ പ്രവൃത്തികളൊന്നും ശരിയല്ലല്ലോ. എന്താണെങ്കിലും സത്യം പറയും, നീ ആരുടെയെങ്കിലും കൂടെ അഫയറിലാണോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എനിക്ക് തോന്നി, എനിക്ക് നിന്നെ വിശ്വാസമാണ്, മറ്റെന്തിനേക്കാളും എന്നും പറഞ്ഞ് കിം കാങ്ങിന്റെ തലയിൽ തലോടിയിട്ട് അവിടെ നിന്നും പോകുന്നു. കാങ്ങിന് കിങ് തലയിൽ തലോടിയത് എന്തോ ഒരു പ്രത്യേക ഫീൽ ആയിട്ട് തോന്നുന്നു. അവളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തെന്നാൽ അങ്ങനെ ഒരു തലോടലും ഫീലിങ്സും അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കാങ് ആ ഫീലിങ്സോട് കൂടി തന്നെ വീടിന്റെ ടെറസിൽ എന്താണ് നടക്കുന്നത് എന്ന കുഴപ്പത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലൻ വീണ്ടും അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ ഒരു തവണ നിന്നെ വാൺ ചെയ്തു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, നീ ജീവിക്കേണ്ടത് നിന്റെ ജീവിതമല്ല കാങ്ങിന്റെ ജീവിതമാണ്. ഇനിയും നീ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇനി വാണിംഗ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, നേരെ മേലോട്ട് പറഞ്ഞേക്കും. ഈ ഒരു ചാൻസിനായി അവിടെ ഒത്തിരി ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അതിനാൽ കെയർഫുൾ. ഇല്ലില്ല, ഇനി ഇതുപോലൊന്നും ഉണ്ടാകില്ല, ഞാൻ നോക്കിക്കോളാം, എങ്കിൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞ് കാലൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ താഴെ എത്തിയ കാങ് ഹസ്ബൻഡ് കിമ്മിനോട്, ഞാൻ നാളെ തന്നെ പോയി വാങ്ങിയ ഡ്രസ് എല്ലാം തിരികെ കൊടുത്ത് പൈസ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, എന്റെ ഭാര്യ ആദ്യമായി ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഡ്രസ് അല്ലേ, ഇരിക്കട്ടെ, ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് കിം പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ട് കാങ്ങിനെന്തോ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. കാരണം അത്രയ്ക്ക് കെയറോടെയും സ്നേഹത്തോടെയും ആണ് കിം അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആണുങ്ങളെല്ലാം പെണ്ണുങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നതെന്ന് കരുതിയിരുന്ന കാങ്ങിന്, സോറി കാങ് അല്ല, കാങ്ങിന്റെ ഉള്ളിലുള്ള ലീ ആണ്. ഒരു ആണിൽ നിന്നും ഇത്രയും കെയർ ആദ്യമായാണ് ലീക്ക് കിട്ടുന്നത്. ആ ഒരു ഫീലിങ്സ് ആയിരുന്നു കാങ്ങിന്റെ ഉള്ളിലുള്ള ലീക്ക്. അങ്ങനെ കാങ് പതിയെ ആ വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീടെല്ലാം ഒതുക്കിപ്പെറുക്കി വെക്കുമ്പോൾ ശരിക്കുള്ള കാങ് ആ വീട്ടിലെ വരവ് ചെലവുകളെല്ലാം എഴുതി വെച്ചിരുന്ന ഒരു ബുക്ക് കാണുന്നു. കാങ് ആ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മകൻ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നത്. അത് കണ്ട്, അയ്യോ സോറി, നിന്റെ സ്കൂൾ ബസ് വന്നായിരുന്നോ? നീ എങ്ങനെയാണ് തനിയെ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞു പയ്യൻ ഒരു ഗുളിക എടുത്ത് കാങ്ങിന് കൊടുക്കുന്നു. അവൻ അമ്മയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി. അതിനാൽ അവൻ തനിയെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിയ ഗുളികയായിരുന്നു അത്. എന്തെന്നാൽ ഇതിനു മുൻപ് അവന്റെ അമ്മ അവനോട് വളരെയധികം സ്നേഹമായിരുന്നു. ഒരിക്കൽ പോലും സ്കൂൾ വാൻ മിസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിനാൽ അമ്മയ്ക്കെന്തോ അസുഖമായിരിക്കാം, അത് ശരിയാകും എന്ന് പറഞ്ഞ് ഒരു ഗുളിക അവൾക്ക് കൊടുക്കുന്നു. ആ പയ്യന്റെ സ്നേഹം കണ്ടിട്ടാണോ അതോ അത് കഴിച്ചില്ലേ
അവൻ അവിടെ നിന്നും പോകില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, കാങ് പയ്യന്റെ കയ്യിൽ നിന്നും ആ ഗുളിക വാങ്ങി കഴിക്കുന്നു. അത് കണ്ട പയ്യന് വളരെയധികം സന്തോഷമായി. അങ്ങനെ കാങ്ങിന്റെ ഹസ്ബൻഡ് കിം ജോലി കഴിഞ്ഞു വന്നതും കാങ്ങിനോട് ചോദിച്ചു, നാളെ എനിക്കൊരു പാർട്ടി ഉണ്ട്, എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരുന്നത്, നീ വരുന്നു? ആ പാർട്ടിക്ക് പോകാൻ സമ്മതമല്ലായിരുന്നെങ്കിലും കാലൻ പറഞ്ഞതോർത്ത് കാങ് ആ പാർട്ടിക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ കാങ്ങും കിമ്മും അടുത്ത ദിവസം പാർട്ടിക്ക് പോകുന്നു. അത് കിം ജോലി ചെയ്തിരുന്ന ഓഫീസിലെ സ്റ്റാഫുകളുടെ പാർട്ടിയായിരുന്നു. നമ്മുടെ കിമ്മിന് അവരുടെ ജോലിയിലുള്ള പ്രോജക്റ്റിൽ ഒരു ഐഡിയ ഉണ്ട്, എന്നാൽ അത് പറയാൻ പോലും മാനേജർ സമ്മതിക്കുന്നില്ലായിരുന്നു. അതിനാൽ ഇതിനെക്കുറിച്ചറിഞ്ഞ് കാങ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിമ്മിന്റെ ബോസിന്റെ അടുത്ത് നേരിട്ട് കിമ്മിന്റെ ഐഡിയയെ കുറിച്ച് പറയുന്നു. അത് കിമ്മിന്റെ ബോസിന് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മാനേജറും അടുത്തിരിപ്പുണ്ടായിരുന്നു. മാനേജറിന് അതൊട്ടും ഇഷ്ടമായില്ല. അതിനാൽ ഡിന്നർ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാനേജർ കിമ്മിനെയും കാങ്ങിനെയും വിളിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞതല്ലേ, ഇത് ബോസിനെ അറിയിക്കാനാണോ നീ നിന്റെ വൈഫിനെയും കൂട്ടി വന്നത് എന്ന് പറഞ്ഞ് വൈഫിനെ ചീത്ത പറയുന്നു. വൈഫിനെ ചീത്ത പറയുന്നത് കേട്ട കിം എതിരിൽ നിൽക്കുന്നത് മാനേജറാണെന്ന് പോലും ചിന്തിക്കാതെ ജോലി പോയാലും പ്രശ്നമില്ല എന്നും കരുതി മാനേജറിന്റെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുന്നു. എന്നിട്ട് കാങ്ങിനെയും കൂട്ടി അടുത്തുള്ള ഒരു ബാറിലേക്ക് പോകുന്നു. ബാറിലെത്തിയ കിം ടെൻഷൻ മാറാനായി ഒരു ലാർജ് ഊറ്റിയടിക്കുന്നു. അപ്പോൾ കാങ് ചോദിച്ചു, നീ എന്തിനാണ് മാനേജറിനെ അടിച്ചത്? നിനക്കിനി അവിടെ ജോലി ചെയ്യാൻ കഴിയുമോ എന്നും പറഞ്ഞ് നിന്നെ ചീത്ത പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കണോ? അതിനി മാനേജറല്ല, മാനേജറിന്റെ തന്തയാണെങ്കിലും നിന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ അടിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമോ? അതെന്താ നിനക്ക് സംശയം? നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. സ്നേഹം എന്താണ്, സന്തോഷം എന്താണ് എന്നെല്ലാം നിന്നിലൂടെയാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയുള്ള നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കുമോ? അതെല്ലാം കേട്ട് കാങ്ങിന് ഇങ്ങനെയും ആണുങ്ങളുണ്ടോ? ഞാൻ വെറുതെ എല്ലാവരെയും തെറ്റായി വിചാരിച്ചു. ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ഈ പെൺകുട്ടി ഭാഗ്യവതിയാണ്. പക്ഷേ ദൈവം അവൾക്ക് അല്പായുസ് കൊടുത്ത് അവളെ പറ്റിച്ചു. ഇനിയുള്ള കുറച്ചുനാൾ തന്നെ കൊണ്ട് കഴിയുന്ന വിധം ഇവനെയും കുട്ടികളെയും സന്തോഷത്തോടെ നോക്കണം എന്ന് കാങ് മനസ്സിലുറപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം കാങ് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാങ്ങിന്റെ മകൾ ഹാനുൽ വന്ന് പോക്കറ്റ് മണി താ അമ്മ എന്ന് പറയുന്നു. അപ്പോൾ കാങ്, നിനക്ക് സ്കൂൾ 9 മണിക്കല്ലേ തുറക്കുന്നത്, ഇന്നെന്താ 7 മണിക്കേ പോകുന്നത് എന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല അമ്മ. എന്താ ബോയ് ഫ്രണ്ട് ആണോ? ഏയ് ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഒരു നല്ല ഫ്രണ്ട് ആണ്. ശരി ശരി, എന്തായാലും കെയർഫുൾ ആയിരിക്കണം. നിനക്ക് ഞാൻ പോക്കറ്റ് മണിയൊക്കെ തരാം. അതിന് നീ ആദ്യം അവിടെ ഇരിക്കുന്ന ആ പേപ്പർ ബാഗ് ഇല്ലേ, അത് മടക്കി തന്നാൽ അതിനനുസരിച്ചുള്ള പൈസയും തരാം. എന്ത് പേപ്പർ ബാഗ് മടക്കാനോ? ഞാനോ? എനിക്ക് പോക്കറ്റ് മണിയും വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് സങ്കടത്തോടെ ഹാനുൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് കാങ് തന്റെ കൂട്ടുകാരികളുടെ കൂടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. ആ മാർക്കറ്റ് നടത്തുന്നത് അന്ന് ലിഫ്റ്റിൽ വെച്ച് ഒരു പണക്കാരി കാങ്ങിനെ കളിയാക്കിയില്ലേ, ആ പണക്കാരിയാണ് ആ മാർക്കറ്റ് നടത്തുന്നത്. ആ മാർക്കറ്റിൽ ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. അവനാണെങ്കിൽ വാടക കൊടുത്തിട്ട് 2 ദിവസമായിരുന്നു. അതിനാൽ അവനെ ആ മാർക്കറ്റിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ പണക്കാരി വഴക്കു പറയുന്നു. എന്നിട്ട് ഇനി ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. നമ്മുടെ നായിക കാങ്ങും അത് കാണുന്നുണ്ടായിരുന്നു. അന്ന് ലിഫ്റ്റിൽ വെച്ച് കാങ് ആ പണക്കാരിയെ ഓങ്ങി വെച്ചതാണ്. അതിനാൽ ഈ അവസരം പറ്റിയതാണ് എന്നും വിചാരിച്ച് കാങ് പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ പരസ്യത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൂടാതെ ടവറും. ഇതിനെല്ലാം മാസം അവർ അത്യാവശ്യം നല്ല തുക വാടക തരുന്നുണ്ട്. ശരിക്കും ഈ പൈസ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്നും കിട്ടുന്ന പൈസയൊന്നും ഇതുവരെ ടാക്സ് മറച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് അയാൾ വാടക തരാൻ 2 ദിവസം ലേറ്റായി എന്നും പറഞ്ഞ് തന്റെ ദേഷ്യമെല്ലാം കാങ് തീർക്കുന്നു. അതെല്ലാം കേട്ട് മറുപടി ഒന്നും പറയാൻ കഴിയാതെ ആ പണക്കാരി ആ പാവപ്പെട്ടവനോട് ക്ഷമയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതുകണ്ട് അവിടെ കൂടി നിന്ന എല്ലാവരും കാങ്ങിനെ കൈകൊട്ടി അഭിനന്ദിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം കാങ് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൾ ഹാനുൽ പേപ്പർ ബാഗ് എല്ലാം മടക്കി അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അമ്മ, ഞാൻ പേപ്പർ ബാഗ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പൈസ വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാങ് അവൾ മടക്കിയ ബാഗിനുള്ള ക്യാഷും കൊടുക്കുന്നു. അങ്ങനെ ഹാനുൽ ആ പൈസയും വാങ്ങി നേരെ പോയത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരുന്നു. ഹാനുലിന്റെ ബോയ് ഫ്രണ്ട് അത്യാവശ്യം പൈസയുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അവന്റെ വീട്ടിലാണെങ്കിൽ അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹാനുലും ബോയ് ഫ്രണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ഹാനുലിനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഹാനുൽ വേണ്ടായേ, ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായേ എന്ന് പറയുന്നു. അത് കേൾക്കാതെ ബോയ് ഫ്രണ്ട് വീണ്ടും ഹാനുലിനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ്
ഹാനുൽ അവിടെ ഒരു മൊബൈലിൽ അവരുടെ രണ്ടുപേരുടെയും വീഡിയോ എടുക്കുന്നത് കാണുന്നത്. ഹാനുലിന്റെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ അവനെ കൂടാതെ അവന്റെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരാണ് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹാനുൽ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഹാനുലിനെ വളയുന്നു. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി ഹാനുലിന്റെ വീട് കാണിക്കുന്നു. അവിടെ ഹാനുലിന്റെ അമ്മ കാങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഹാനുൽ ദേഷ്യത്തോടെ വന്ന് തന്റെ റൂമിൽ കയറി കതക് വലിച്ചടയ്ക്കുന്നു. അത് കണ്ട കാങ് ഇവൾക്കിതെന്ത് പറ്റി എന്നും കരുതി ഹാനുലിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ ഹാനുലിന്റെ മുഖത്തും ദേഹത്തുമെല്ലാം ചോരയും മുറിവുമായിരുന്നു. അത് കണ്ട കാങ് നിനക്കെന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ലമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം, അവനാണ്. ഞാൻ അവനെ കടിച്ചു വെച്ചിട്ട് ഓടി വന്നു. എനിക്കിനി സ്കൂളിൽ പോകാൻ കഴിയില്ലായിരിക്കുമല്ലേ, എല്ലാവരും എന്നെ കളിയാക്കും അമ്മ എന്നും പറഞ്ഞ് ഉറക്കെ കരയുന്നു. അങ്ങനെയൊന്നുമില്ല മോളെ, അമ്മയുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം, കരയാതെ. അടുത്ത ദിവസം കാങ് ഹാനുലിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേരിൽ കേസ് കൊടുക്കുന്നു. ആ പയ്യനും പയ്യന്റെ കൂടെ ലോയറും വരുന്നു. അങ്ങനെ ബോയ് ഫ്രണ്ടിന്റെ ആ ലോയർ പറഞ്ഞു, മിണ്ടാതെ ഈ കേസ് പിൻവലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരും. അല്ലാതെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് പാവമെങ്കിൽ നിങ്ങളുടെ മകൾക്കായിരിക്കും ചീത്തപ്പേരുണ്ടാവുക. എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ മകളായിരിക്കും വൈറൽ ന്യൂസ്. അതൊക്കെ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. ഒരുപക്ഷെ നിങ്ങൾ കേസ് പിൻവലിക്കാതെ കേസ് നടത്തി ജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും ഇവന്റെ അച്ഛന്റെ പണത്തിന്റെ പവറിൽ ഇവൻ കുറച്ചു നാളുകൾക്കുള്ളിൽ പുറത്തു വന്ന് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ബാക്കി പഠനം നടത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാട് വെച്ച് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് അങ്ങനെ പുറത്തയച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ തന്നെ പഠിക്കണം, ഇവിടെ തന്നെ വളരണം. പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നവരെല്ലാം നിങ്ങളുടെ മകളെ തെറ്റായ കണ്ണിലൂടെയേ കാണൂ. ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് കരുതുന്നു. ഈ ഡയലോഗെല്ലാം മുൻപ് കേട്ടതുപോലെ തോന്നുന്നുണ്ടല്ലേ? അതെ, നമ്മുടെ നായിക ലീയെ ആദ്യം കാണിക്കുമ്പോൾ ഇതേ സീനിൽ ലീ ഒരു പെൺകുട്ടിയുടെ റേപ്പ് കേസ് പറഞ്ഞു തീർക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ അതേ രീതിയിൽ കാങ്ങിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ ലോയർ പറഞ്ഞത് കേട്ട് കാങ്ങിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതിനാൽ കാങ് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് റെസ്റ്റ് റൂമിൽ പോയി പൊട്ടി കരയുന്നു. ഇതെല്ലാം മറ്റുള്ളവർക്ക് നടക്കുമ്പോൾ തനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ഞാൻ ഇത് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്തുമാത്രം വേദനിച്ചു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്നെ ഓർത്ത് എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു. ആ സമയം ഹാനുലും ആ റെസ്റ്റ് റൂമിലേക്ക് വരുന്നു. അമ്മ, അവര് പറഞ്ഞതുപോലെ നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാം. ഈ കേസ് നടത്താനൊന്നും നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. അത് കേട്ട് കാങ് ഈ കേസിനെ കുറിച്ച് ഓർത്ത് മോള് പേടിക്കേണ്ട, നമ്മൾ ഈ കേസ് പിൻവലിക്കുന്നില്ല, ഞാനുണ്ട് മോളുടെ കൂടെ. ഈ കേസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ഹാനൂലിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്നു. എന്നിട്ട് കാങ് തന്റെ ഫോൺ എടുത്ത് ആ വക്കീലിനെ കാണിക്കുന്നു. എന്താണെന്നല്ലേ, ഇത്രയും നേരം ആ വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാങ് റെക്കോർഡ് ചെയ്തിരുന്നു. അത് കണ്ട് ആ ലോയർ പേടിച്ചു പോയി. അയ്യോ മേഡം, നമുക്ക് ഈ കേസ് പറഞ്ഞു തീർക്കാം, വെറുതെ ഇതുമായി കോടതി കയറി ഇറങ്ങേണ്ടല്ലോ എന്നും പറഞ്ഞ് കെഞ്ചുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കാങ് ആ പയ്യനോട് പറഞ്ഞു, ഡാ, നീ എന്റെ കുഞ്ഞിന്റെ ദേഹത്തോടുമല്ലേ, നീ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നീ ഒരു കൊള്ളില്ലാത്തവനാണെന്ന് ഞാൻ ഈ ലോകം മുഴുവനും അറിയിക്കും. നിനക്ക് പുറത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാനാക്കും. എന്നെ നിനക്ക് ശരിക്കറിയില്ല. നിങ്ങൾക്ക് മാത്രമേ സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയുകയുള്ളൂ. ഞങ്ങൾക്കും അറിയാം നീ ഒരു കൊള്ളില്ലാത്തവനാണെന്ന്. ഞാൻ സോഷ്യൽ മീഡിയ മുഴുവനും വൈറലാക്കും എന്നും പറഞ്ഞ് അവിടെ നിന്നും ഹാനൂലിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ പുറത്തൊരു പാർക്കിൽ വന്നിരിക്കുന്നു. ഹാനൂൽ പറഞ്ഞു, എങ്ങനെയാണമ്മേ അമ്മയ്ക്ക് ഇത്രയും ധൈര്യം വന്നത്? അമ്മ ശരിക്കും ഒരു റിയൽ ഹീറോ തന്നെയാണ്. അമ്മ കൂടെയുള്ളപ്പോൾ എനിക്കും ഇപ്പോൾ ഒരു ധൈര്യം വരുന്നുണ്ട്. ഐ ലവ് യു അമ്മ എന്നും പറഞ്ഞ് കാങ്ങിന്റെ തോളിൽ കിടക്കുന്നു. കാങ്ങിന് അതെല്ലാം ഒരു പുതിയ ഫീൽ ആയിരുന്നു. സോറി, കാങ്ങിനല്ല, ലീക്ക്. അവളും ഇപ്പോഴത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നു പോകുന്നു. കാങ് ഇപ്പോൾ ഒത്തിരി ഹാപ്പിയിലാണ് ജീവിക്കുന്നത്. എത്രയധികം ഹാപ്പിയാണെന്നല്ലേ, തന്റെ പഴയ ആ പണക്കാരി ജീവിതത്തെ കുറിച്ച് ഒന്ന് ഓർക്കുന്നു കൂടിയില്ലാത്ത അത്രയും ഹാപ്പി. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെയും എൻജോയ് ചെയ്തുമാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ശരിക്കുള്ള കാങ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലീയും. അങ്ങനെ അവൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അവളുടെ മുമ്പിൽ കാലൻ വീണ്ടും വരുന്നത്. കാലൻ പറഞ്ഞു, ആഹാ, ഇപ്പോൾ പഴയതുപോലെയല്ലല്ലോ, ഒത്തിരി മാറിയല്ലോ. നിനക്ക് കുറച്ചുകൂടി സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ നിന്നെ ഏൽപ്പിച്ച ജോലിയുടെ അവസാന ഘട്ടത്തിലാണ്. അതായത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നിനക്ക് നിന്റെ ശരിക്കുള്ള ശരീരത്തിലേക്ക് തന്നെ പോകാം. എന്നാൽ
എന്നാൽ ഇത്രയും നാളും തന്റെ ശരീരത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിരുന്ന ലീ അത് കേട്ടതും തലയിൽ ഇടിത്തീ വീണതുപോലെ അങ്ങനെ നിൽക്കുന്നു. ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് നടത്തിത്തരാമോ? എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടപ്പെട്ടത്, അതിനാൽ എനിക്ക് ഈ ശരീരത്തിൽ തന്നെ തുടരാനുള്ള അനുവാദം തരാമോ? ഇല്ലില്ല, അതിനി ഞാൻ വിചാരിച്ചാലും കഴിയില്ല. എന്തെന്നാൽ കാങ്ങിന്റെ ശരിക്കുള്ള കാലാവധി ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അതുവരെയേ നിനക്ക് ഈ ദേഹത്ത് തുടരുവാൻ കഴിയൂ എന്നും പറഞ്ഞ് കാലൻ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി കാങ്ങിന്റെ ഹസ്ബൻഡ് കിമ്മിനെ കാണിക്കുന്നു. കിം അവന്റെ ജോലി സ്ഥലത്തായിരുന്നു. ആ സമയം കാങ്ങിനെ ചീത്ത പറഞ്ഞതിന് കിം ഒരു മാനേജറിനെ അടിച്ചില്ലേ, ആ മാനേജർ കിമ്മിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ഇവിടുത്തെ ജോലിയെല്ലാം ഇഷ്ടപ്പെട്ടു, അതിനാൽ നിനക്ക് ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആണ് എന്നും പറഞ്ഞ് ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയ കിം തന്റെ ജോലി പോയ കാര്യം കാങ്ങിനോട് പറയുന്നു. ഒന്നാമത് താൻ ഇനി ഒരാഴ്ച കൂടിയേ ഇവിടെയുള്ളൂ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു കാങ്. അപ്പോഴാണ് ഇതും കൂടി. കാങ് പറഞ്ഞു, സോറി കിം, ഞാൻ കാരണമാണല്ലോ നിന്റെ ജോലി പോയത്. ഞാൻ വേണമെങ്കിൽ ആ മാനേജരെ കണ്ട് സംസാരിക്കാം, ക്ഷമയും പറയാം. ഏയ് അതൊന്നും വേണ്ട, ട്രാൻസ്ഫർ അല്ലേ ആയുള്ളൂ, അല്ലാതെ ജോലിയൊന്നും പോയില്ലല്ലോ. എന്നാൽ അടുത്ത ദിവസം കാങ് കിം അറിയാതെ കിമ്മിന്റെ മാനേജറിനെ കാണാനായി പോയിരുന്നു. കാങ് ആ മാനേജറിന്റെ അടുത്ത് ഒത്തിരി കെഞ്ചിയെങ്കിലും അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാനേജർ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ കാങ് തന്റെ ഫോൺ എടുത്ത് മാനേജറിന്റെ ബോസിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലീയുടെ മാനേജറാണ് സംസാരിക്കുന്നത്. അതായത് അവളാണല്ലോ ശരിക്കും ലീ, പക്ഷേ അവൾ ഇപ്പോൾ കാങ്ങിന്റെ ശരീരത്തിലായതിനാൽ ലീ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതിനാൽ ലീയുടെ മാനേജറാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇപ്പോൾ ഫോൺ ചെയ്തിരിക്കുന്നത്. അവർ നിങ്ങളുടെ ലോയർ ആയിരിക്കണമെങ്കിൽ ഈ മാനേജറിനെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മാനേജർ ഓടി വന്ന് ഫോൺ കട്ട് ചെയ്യൂ പ്ലീസ് മാഡം, നിങ്ങൾ പറയുന്ന പോലെ എന്തും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് കെഞ്ചുന്നു. അത് കേട്ട് ലീ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ മാനേജർ അവിടെ നിന്നും പേടിച്ച് ഓടിപ്പോകുന്നു. അടുത്ത സീനിൽ കളിച്ചുകൊണ്ടിരുന്ന കാങ്ങിന്റെ മകൻ ഹാരു പെട്ടെന്ന് തലകറങ്ങി താഴെ വീഴുന്നതായി കാണിക്കുന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സംഭവം എന്തെന്നാൽ ആ പയ്യന്റെ കണ്ണിലെ റെറ്റിനയിൽ പാരമ്പര്യമായി വരുന്ന ഒരു രോഗമുണ്ട്. അതിനാൽ അവന് കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഇടയ്ക്ക് മുഴുവനായും ഇരുട്ടായി ബ്ലാങ്ക് ആയി പോകും. ആ സമയം തലകറങ്ങി വീഴും എന്ന് ഡോക്ടർ പറഞ്ഞു. ശരിക്കും ഈ അസുഖമുള്ളത് ലീയുടെ പരമ്പരയിലാണ്. ലീ ചെറുപ്പമായിരിക്കുമ്പോൾ അവൾക്കും ഈ അസുഖം വരും. എന്നാൽ അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ശരിയാക്കിയെടുത്തതാണ്. അതറിയാവുന്ന കാങ് ഹോസ്പിറ്റലിന്റെ ടെറസിൽ പോയി പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ കാങ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് കാലൻ വരുന്നു. കാലനെ കണ്ട കാങ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ അവന്റെ ഒരു മാസത്തെ അമ്മയാണ്. എന്റെ പരമ്പരയിലുള്ള രോഗം എന്തിനാണ് ആ പയ്യന് കൊടുത്തത്? നീ ഒരു മാസത്തേക്കുള്ള അമ്മയാണെങ്കിലും ഇപ്പോൾ അവന്റെ അമ്മയുടെ സ്ഥാനം നിനക്കാണ്. നീ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമാണ് നിന്റെ മകന് വന്നിരിക്കുന്നത്. അത് കേട്ട കാങ് വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷിക്കേണ്ടത് എന്നെയല്ലേ, അല്ലാതെ ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെയാണോ ശിക്ഷിക്കുക? ഇതാണോ നിങ്ങൾ നടത്തുന്ന ധർമ്മ സംരക്ഷണം? ഇങ്ങനെയാണോ നിങ്ങൾ ലോകത്തെ ബാലൻസ് ചെയ്യുന്നത്? ഞാൻ ചെയ്ത പാപത്തിന് എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, നരകത്തിലേക്ക് വേണമെങ്കിലും അയച്ചോളൂ, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ആ സമയം കാങ്ങിന്റെ ഹസ്ബൻഡ് കിം അങ്ങോട്ട് വരുന്നു. എന്നിട്ട് കാങ്ങിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കാങ് വന്ന് മകൻ ഹാരുവിന്റെ കൂടെ ആശുപത്രിയിലെ കട്ടിലിൽ കിടക്കുന്നു. എന്റെ അച്ഛന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെറുതായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ച വിഷമത്തിൽ അമ്മയും പോയി. അങ്ങനെയാണ് ഞാൻ വേറെ ആരെയും ആശ്രയിച്ച് ജീവിക്കില്ല എന്ന തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒറ്റയാളായി ഇത്രയും നാളും ജീവിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ സങ്കടത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ സമാധാനിപ്പിക്കാൻ വേണമെന്ന ഒരു തോന്നൽ, കൂടാതെ നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. എല്ലാത്തിനുമുപരി ഒരു കുടുംബം വേണമെന്ന് തോന്നുന്നു എനിക്ക് സ്വന്തമായി. എന്നാൽ ഇത്ര നാളായും ഇതൊന്നും സ്വന്തമായില്ലാത്ത ഞാൻ ശരിക്കും ഒരു അൺലക്കിയാണ് എന്നും പറഞ്ഞ് കാങ് മകനെ കെട്ടിപ്പിടിച്ചു കരയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹാരുവിന്റെ ഓപ്പറേഷൻ ആണ്. ഹാരുവിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷം കാങ്ങും ഹസ്ബൻഡ് കിമ്മും എല്ലാം വെളിയിൽ നിൽക്കുമ്പോൾ കാങ്ങിന്റെ സൈഡിലായി ഒരാൾ വന്നു നിൽക്കുന്നു. അതെ, കാലൻ തന്നെ. കാലനെ കണ്ട കാങ് വേഗം പുറത്തേക്ക് വന്നു. എന്തെന്നാൽ അന്നോടെ കാങ്ങിന്റെ ജീവിതം അവസാനിച്ചിരുന്നു. അങ്ങനെ പുറത്തെത്തിയ കാങ്ങിനോട് കാലൻ പറഞ്ഞു, ഇന്നോടെ നിങ്ങളുടെ വനവാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ശരിക്കുള്ള ശരീരത്തിലേക്ക് പോകാം. എന്ത് ഇപ്പോൾ പോകണമെന്ന്? അവിടെ എന്റെ പയ്യന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഒപ്പം എന്റെ ഫാമിലി മൊത്തത്തിൽ വിഷമത്തിലുമാണ്. അതിനാൽ എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. നോക്കൂ, അത് നിങ്ങളുടെ ഫാമിലിയെ അല്ല, നിങ്ങൾ ഒരു മാസത്തേക്ക് അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നിങ്ങൾക്കായി
നിങ്ങളുടെ ജീവിതം അവിടെ വേറെയുണ്ട്. ഇല്ല, അതെന്റെ കുടുംബവും കുട്ടിയുമാണ്, എനിക്ക് പോയേ മതിയാകൂ എന്നും പറഞ്ഞ് കാങ് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ആ സമയം കാലൻ എന്തോ മായാജാലം കാണിക്കുന്നു. നമ്മുടെ കാങ്ങിന്റെ കാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റോഡിന്റെ നടുക്കുള്ള കുഴിയിൽ ലോക്കായി പോകുന്നു. ആ സമയം കാങ്ങിന്റെ നേരെ ഒരു ലോറിയും വരുന്നു. കാങ്ങിനെ കണ്ട ലോറി ഡ്രൈവർ ലോറിയുടെ ബ്രേക്ക് ചവിട്ടുന്നുണ്ടെങ്കിലും വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആക്സിഡന്റ് ആയി അവൾ മരിക്കാനാണ് വിധി എന്ന് തോന്നുന്നു. അപ്പോൾ കാങ് കാലന്റെ കാല് പിടിച്ച് കെഞ്ചുന്നു, പ്ലീസ് എനിക്ക് അവരെ ഒന്ന് കണ്ട് യാത്ര പറയാനുള്ള ടൈം മാത്രം മതി, അതിനുശേഷം ഞാൻ ഉറപ്പായും തിരികെ വരും, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു. അത് കണ്ട കാലിന് മനസ്സലിവ് തോന്നി ആ ലോറി നിർത്തുന്നു. എന്നിട്ട് പറഞ്ഞു, വേഗം പോയി യാത്ര പറഞ്ഞിട്ട് വരണം. അത് കേട്ട് കാങ് കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം വേഗം ആശുപത്രിയിലേക്ക് ഓടി. കാങ്ങിനെ കണ്ട ഹസ്ബൻഡ് കിം പേടിക്കേണ്ട, ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയം കാങ് തന്റെ മൂത്ത മകൾ ഹാനൂലിന്റെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ആരോടും വഴക്കുണ്ടാക്കാതെ നല്ല കുട്ടിയായിരിക്കണം, പ്രത്യേകിച്ച് അച്ഛനോടും വഴക്കൊന്നും ഉണ്ടാക്കരുത്, അനിയനെ നല്ലതുപോലെ നോക്കണം, ധൈര്യമായിരിക്കണം, സന്തോഷമായിരിക്കണം, അമ്മ എപ്പോഴും കൂടെയുണ്ട്. എന്തു പറ്റി അമ്മ, ഇന്നലെ ഏത് സിനിമയാണ് കണ്ടത്, ഒടുക്കത്തെ സിന്ധിയാണല്ലോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ബൈ പറഞ്ഞ് ഹാരൂൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കാങ് തന്റെ പയ്യൻ ഹാരൂനെ കാണാനായി പോകുന്നു. ഹാരൂന്റെ കണ്ണു രണ്ടും കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അത് കണ്ട് കാങ്ങിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ വളരെ സ്ട്രോങ് ആണ്, ചേച്ചിയോട് വഴക്കൊന്നും കൂടരുത്, നല്ല കുട്ടിയായിരിക്കണം. ഓക്കെ അമ്മേ, ഞാൻ അതിന് ആരോടും വഴക്കുണ്ടാക്കിയില്ലല്ലോ, ഇതുപോലെ തന്നെ നല്ല കുട്ടിയായി ഇനിയും ഇരിക്കണം എന്നും പറഞ്ഞ് ഹസ്ബൻഡ് കിമ്മിനെ കാണാനായി കാങ് വരുന്നു. കിമ്മിന്റെ അടുത്ത് സങ്കടത്തോടെ വന്നിരുന്ന കാങ്ങിനെ കണ്ട കിം പറഞ്ഞു, എന്തു പറ്റി, അതാ എല്ലാം ശരിയായില്ലേ, ഇനി എന്തിനാ സങ്കടപ്പെടുന്നത്? ഇല്ല, ഒന്നുമില്ല, ഒരേ ഒരു തവണ എന്നെ ഹണി എന്നൊന്ന് വിളിക്കാമോ? എന്തു പറ്റി ഹണി? മോളെയും മോനെയും നല്ലതുപോലെ നോക്കണം, നീയും സന്തോഷമായിരിക്കണം. ഓക്കെ, ഞാൻ കടയിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് കാങ്ങിന്റെ കരഞ്ഞുകൊണ്ടൊരു നടത്തമുണ്ട്. ആ സീൻ കാണുമ്പോൾ ആരായാലും കരഞ്ഞു പോകും. ഇത്ര നാളും സ്നേഹവും പരിചരണവും ഒന്നും കിട്ടാതെ വളർന്ന അവൾക്ക് ഒരു മാസം കൊണ്ട് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നു. അത് മനസ്സിലായ ഉടൻ തന്നെ അതെല്ലാം നഷ്ടമാവുകയും ചെയ്യുന്നു. അപ്പോൾ സീൻ കട്ടായി ലീയെ കാണിക്കുന്നു. ഒരു മാസമായി കോമയിലായിരുന്ന ലീ അതാ കണ്ണു തുറന്നിരിക്കുന്നു. അങ്ങനെ കണ്ണു തുറന്ന ലീ വേഗം ആ പയ്യനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കിയാൽ ആ ഹോസ്പിറ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കാങ്ങിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അവിടെ വേറെ ആൾക്കാരാണ് താമസിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം അവൾ ജീവിച്ച ആ ജീവിതത്തെ കുറിച്ച് ഓർത്ത് അവൾ അങ്ങനെ അവളുടെ വീട്ടിലെത്തി. അവൾ അവിടെ നിന്നും താമസം മാറുകയായിരുന്നു. അങ്ങനെ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവളുടെ അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോയിൽ അവളുടെ അമ്മ മാത്രമല്ല അച്ഛനും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ മടങ്ങിയിരുന്നതിനാൽ അവൾ അത് കണ്ടിരുന്നില്ല. അവൾ ആ ഫോട്ടോ നിവർത്തി നോക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്നല്ലേ, അതായത് ഒരു കാലനെ കാണിച്ചിരുന്നില്ലേ, അത് ശരിക്കും കാലനായിരുന്നില്ല, അത് അവളുടെ അച്ഛനായിരുന്നു. അത് കണ്ട ലീക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ഫാമിലിയുടെ വില ഇപ്പോഴാണ് അവൾക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അവളുടെ അച്ഛൻ അവൾക്ക് ഫാമിലിയുടെ വില എന്താണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ കാങ് എയർപോർട്ടിലേക്ക് പോയി എയ്റോപ്ലെയിനിൽ കയറുമ്പോൾ അതാ പിറകിൽ നിന്നും ഒരു ശബ്ദം, ഏയ് മേഡം, കുറച്ച് വഴി തരാമോ എന്ന്. നോക്കിയാൽ അതാ ആ കുട്ടിപ്പയ്യൻ ഹാരു. അത് കണ്ട ലീക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏയ് കുട്ടിപ്പയ്യ, ഹാരു, നീ എന്താ ഇവിടെ? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ ലീ നോക്കുമ്പോഴതാ ഹാനൂലും കിമ്മും എല്ലാവരും നിൽക്കുന്നു. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങി. ഹാരു പറഞ്ഞു, ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി, അതിനാൽ ഞങ്ങൾ വേറെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കിം പറഞ്ഞു, കുട്ടികൾക്ക് ഒരു ചേഞ്ച് ആകുമെന്ന് കരുതിയാണ് പോകുന്നത്. ആട്ടെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ അഡ്രസ് എന്താണ്? കിം തന്റെ അഡ്രസ് ലീയോട് പറയുന്നു. ആ സമയം ലീ ക്യാമറയിലേക്ക് നോക്കി ഒരു ചിരി ചിരിക്കുന്നു. ഇതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ സിനിമയുടെ ലിങ്ക് വേണ്ടവർ മനു മൂവീസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂട്ടുകാർക്കാർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിനായി മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.